ഇന്ന് സിഡ്നിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ആദ്യ ദിനം അവസാനിക്കുന്നതിന് മുമ്പാണ് നാടകീയ നിമിഷങ്ങൾ അരങ്ങേറിയത്. ഓസ്ട്രേലിയൻ ഓപ്പണിംഗ് ബാറ്റർ സാം കോൺസ്റ്റൻസും ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയും തമ്മിൽ ഉടലെടുത്ത തർക്കമാണ് നാടകീയ സംഭവങ്ങൾക്ക് കാരണമായത്. ആദ്യ ദിനത്തിൽ അവസാന പന്തിൽ ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റെടുത്താണ് ബുംറ സാം കോൺസ്റ്റൻസിന് മറുപടി നൽകിയത്. കൂടാതെ പതിവിൽ കൂടുതൽ അഗ്രസീവായി കോൺസ്റ്റൻസിന് നേരെ ചെന്നാണ് വിക്കറ്റ് നേട്ടം ബുംറ ആഘോഷിച്ചത്. സംഭവങ്ങൾ തുടങ്ങുന്നത് ഒന്നാം ദിനം കളി അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ബൗൾ ചെയ്യാൻ ബുംറ തയ്യാറായെങ്കിലും സ്ട്രൈക്കിങ്ങിൽ നിന്ന ഖവാജ പന്ത് നേരിടാൻ തയ്യാറായില്ല. ഇതോടുകൂടി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് അമ്പയറോട് കൈനീട്ടി ആംഗ്യത്തിൽ ചോദിച്ചു. എന്നാൽ പെട്ടെന്ന് ആവശ്യമില്ലാതെ കോൺസ്റ്റൻസ് അതിന് കയറി പ്രതികരിച്ചു. അതോടുകൂടി രണ്ടുപേരും തർക്കം ആരംഭിച്ചു. അമ്പയർ ചേർന്ന് പ്രശ്നം പരിഹരിച്ചു. എന്നാൽ നേരിട്ട അടുത്ത പന്തിൽ തന്നെ ഖവാജയെ സ്ലിപ്പിൽ രാഹുലിന്റെ കയ്യിലെത്തിച്ച് ബുംറ കോൺസ്റ്റൻസിന് മറുപടി നൽകി. അപ്രതീക്ഷിത തിരിച്ചടിയിൽ കോൺസ്റ്റൻസ് മിണ്ടാതെ ഖവാജയോടൊപ്പം തിരിച്ച് പവനിലേക്ക് മടങ്ങുകയും ചെയ്തു. സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ആദ്യ ദിനം ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസിന് അവസാനിപ്പിച്ചു. ആദ്യം ടോസ് ലഭിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. ഓപ്പണറായ ജയ്സ്വാൾ 10 റൺസിനും രാഹുൽ 4 റൺസിനും പുറത്തായി. പിന്മാറിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇറങ്ങിയ ഗില്ലിന് ഒന്നും ചെയ്യാനായില്ല. സ്ഥിരം ശൈലിയിൽ സ്ലിപ്പിന് വിക്കറ്റ് നൽകി കോഹ്ലിയും പുറത്തായി. 40 റൺസ് എടുത്ത ഋഷഭ് പന്തും അവസാനം ക്യാപ്റ്റൻ ബുംറ 22 റൺസും അടിച്ചതോടെ ഇന്ത്യൻ സ്കോർ 185-ന് അവസാനിച്ചു. ഓസ്ട്രേലിയക്കായി ബോളണ്ട് 4 വിക്കറ്റ് നേടി. എന്തായാലും മത്സരം അതിന്റെ പീക്ക് ആവേശത്തിൽ എത്തിയിരിക്കുകയാണ്.